ഇന്നലെ ലോകം ഇന്ത്യ എന്താണെന്ന് കണ്ട ദിവസമായിരുന്നു. സാധാരണ ലോകരാജ്യങ്ങൾ അമേരിക്ക, റഷ്യ, ഇസ്രയേൽ ഇവരൊക്കെ എന്താണ് അവരുടെ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് ലോകത്തിനറിയാം. പലപ്പോഴും അവരത് കാണിക്കാറുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഇന്ത്യക്ക് നേരെ ഉണ്ടായ വലിയ ആക്രമണത്തെ ഇന്ത്യ ചെറുത്തു നിന്നു, ഒരു പോറൽ പോലും ഏൽക്കാതെ. അഭിമാനകരമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കടന്നുപോയത്. ഇനിയും നമുക്ക് രോമാഞ്ചം ഒരുപാടുണ്ടാവും. നമ്മൾ അഭിമാനിക്കും, ശിരസ് ഉയർത്തി നിൽക്കും, രാജ്യത്തെ ജവാന്മാർക്ക് സല്യൂട്ട് ചെയ്യും. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മളൊരു മനുഷ്യനെ ഓർക്കണം. ആ മനുഷ്യൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. ഞാൻ ഇന്നലെ രാത്രി എല്ലാ ചാനലുകളും കണ്ടു, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ചാനലുകൾ കണ്ടു, പിന്നെ മലയാളം ചാനലുകൾ കണ്ടു. മലയാളം ചാനലുകളിൽ എന്തോ ഫുട്ബോൾ കമൻട്രി നടക്കുന്ന പോലെയുള്ള കമൻട്രി ആയിരുന്നു. അവിടെ അടിക്കുന്നു, ഇവിടെ അടിക്കുന്നു. നമ്മുടെ ലേഖകരൊക്കെ ആവേശം കൊണ്ടുവരുന്നു. ഒരു ലേഖകൻ്റെ മാത്രം ശബ്ദം കുഴഞ്ഞ് പോയിട്ട് അവസാനം ചാനൽ പിന്നെ അയാളെ കാണിക്കാതെ തിരുവനന്തപുരത്തെ ലേഖിയെ വിളിച്ചിട്ട് തിരുവനന്തപുരത്തെ ഒരുക്കങ്ങൾ എന്താണെന്ന് പറയൂ, അവിടെ കാശ്മീരിൽ അടി നടക്കുമ്പോൾ എന്ന് പറയേണ്ടി വന്നു. ഏത് ചാനലാണെന്നും ഏത് ലേഖകനാണെന്നും ഞാൻ പറയുന്നില്ല, കേട്ടവർക്കറിയാം. ആളുകൾ എൻ്റെ താഴെ കമൻറ്റ് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആവേശത്തോടെ പറയുന്ന കമൻറ്റുകൾ ചാനലുകൾ ഇന്ത്യ വലിയ നേട്ടമുണ്ടായപ്പോൾ രാജ്യാഭിമാനം കൊണ്ട്, ദേശാഭിമാനം കൊണ്ട് വിജൃംഭിതരായി പറഞ്ഞ ആളുകൾ ഒരു മനുഷ്യനെ വല്ലാതെ പഴിച്ചിട്ടുണ്ട്. 40,000 കോടി മുടക്കിയാണ് സുദർശനം എന്ന് പേരിട്ടിരിക്കുന്ന ട്രയംഫ് US-400 നമ്മൾ ഈ S-400 നമ്മൾ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നത്. അന്ന് 40,000 കോടി മുടക്കി ഇത് വാങ്ങേണ്ട കാര്യമുണ്ടോ? BJPക്ക് വലിയ കിക്ക് ബാക്സ് കിട്ടുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ എന്താ പറ്റി? 15 നഗരങ്ങളിലേക്ക് അയച്ച പ്രൊജക്ടൈൽസിൽ, മിസൈലുകൾ, ഡ്രോണുകളിൽ ഒരെണ്ണം പോലും ഇന്ത്യൻ മണ്ണിൽ വീഴാതെ, ഒരൊറ്റ ഇന്ത്യക്കാരന് പോലും ഒരു മുറിപ്പാട് പോലും ഉണ്ടാവാതെ നമ്മളെ കാത്തുരക്ഷിച്ചു ഇന്നലെ നമ്മുടെ സേന. നമ്മൾ വാങ്ങിയ S-400 ഉൾപ്പെടെയുള്ള നമ്മുടെ വെപ്പൺസ്. പിന്നെ നോക്കൂ, പാകിസ്ഥാനിന് ചൈന കൊടുത്ത JF-17 രണ്ടെണ്ണം വീണു. 2 പൈലറ്റുമാർ ജയ്സാൽമേറിൽ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു F-16 അമേരിക്ക കൊടുത്ത F-16 നമ്മൾ അടിച്ചിട്ടു. ഇന്ത്യയുടെ റാഫേൽ ഒന്നും സംഭവിച്ചില്ല. റാഫേലാണ് ഇന്നലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഭഗവൽപൂരും ഗുൽപൂരും അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത്. അപ്പോൾ റാഫേൽ വാങ്ങിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു? റാഫേൽ വാങ്ങിച്ചിരിക്കുന്നു, വലിയ അഴിമതിയാണ് എന്ന് പറഞ്ഞ് ചൗക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ മനുഷ്യനെ പുലഭ്യം പറഞ്ഞ് നാടൊട്ടുക്കും നടന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാരും പറഞ്ഞു, അവരുടെ 55 വയസ്സുള്ള യുവാവായ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി അവസാനം സുപ്രീം കോടതി കേസ് വരെ പോയി. അവസാനം സുപ്രീം കോടതി ഈ ഇടപാട് സുതാര്യമാണെന്നും ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമാണെന്നും പറഞ്ഞ് നമ്മളതിൻ്റെ ഈ ടെക്നോളജി ഉൾപ്പെടെയാണ് നമ്മൾ റഫേൽ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വില കൂടിയത്. നമ്മളിവിടെ നിർമ്മിക്കാൻ പോവുക, റഫേൽ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത്തരം ഒരു കരാറിലെത്തി. അപ്പോഴത്തേക്ക് ഇവിടെ എന്താണ് റഫേലിന് പവർ വിൻഡോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലായിരുന്നു ഇവിടെ വിമർശനം. ഇപ്പോൾ കണ്ടില്ലേ, S-400, റഫേൽ എല്ലാം വിജയിച്ചില്ലേ? പിന്നെന്താ പറഞ്ഞത്? നമ്മൾ ഈ അദാനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് നമ്മുടെ പ്രതിരോധ രംഗം തുറന്നു കൊടുക്കുന്നു. എടാ, ഈ പറയുന്ന നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറികളുടെ അവസ്ഥ എന്തായിരുന്നു? നമുക്കൊരു സാധനവും ഇല്ലായിരുന്നു. എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു. അവസാനം ഇതൊരു സർക്കാർ വിലാസം വെള്ളാന പോലെ ആയതുകൊണ്ട് നരേന്ദ്രമോദി എന്ത് ചെയ്തു? എല്ലാ ഓർഡിനൻസ് കമ്പനികളെയും ഒന്നിച്ചാക്കി MIL, മിനൂഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒറ്റ കമ്പനിയാക്കി. എന്നിട്ടോ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ മഹീന്ദ്ര, അദാനി, ടാറ്റ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ച് നിർമ്മിക്കാൻ കൃത്യമായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയില്ല ഇല്ലാതെ കൃത്യമായ ആയുധങ്ങൾ നമുക്ക് കിട്ടി. ഇപ്പോൾ ഹറോപ്പ് എന്ന് പറയുന്ന ഇസ്രയേൽ മിസൈൽ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടന്ന ആക്രമണത്തിൽ ഇതൊരു ആത്മഹത്യാ സ്വഭാവത്തിലുള്ള ഡ്രോണുകളാണ്. ഇവൻ പറന്നു പോയിട്ട് അവൻ എയർ നിൽക്കും, അവൻ ഏൽപ്പിക്കുന്ന ആളെ തട്ടിയിട്ട് തിരിച്ചു വരത്തുള്ളൂ. ആ തരത്തിലുള്ള സാധനമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഹറോപ്പ്, സ്കൈ സ്ട്രൈക്കേഴ്സ് നമ്മളിവിടെ നിർമ്മിക്കുന്നുണ്ട്, അദാനിയുമായിട്ട് ചേർന്ന് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മളിപ്പോൾ HAL എന്ന് പറയുന്ന നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് വിമാനങ്ങൾ നിർമ്മിക്കുകയാണ്. 4.5 ഗ്രേഡിലുള്ള തേജസ് വിമാനങ്ങളുടെ പ്രൊജക്റ്റ് ഇത്ര കാലമായിട്ടും നരേന്ദ്രമോദി എന്നുള്ള കണിശക്കാരനായ പ്രധാനമന്ത്രി വന്നിട്ട് പോലും HALന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ അദാനിയെ, ടാറ്റയെ, മഹീന്ദ്രയൊക്കെ ഏൽപ്പിച്ച സാധനങ്ങൾ പടപടയെന്ന് അവർ ദോശ ഇടുന്ന പോലെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇതാണ് സ്വകാര്യ കമ്പനികളെ
പ്രതിരോധ രംഗത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ മെച്ചം. ഇതിനൊക്കെ എന്തുമാത്രം പഴിയാണ് നരേന്ദ്രമോദി കേട്ടത്. എന്നിട്ട് നാട്ടിലുള്ള വല്ലപ്പോഴും 1 രൂപയോ 2 രൂപയോ പെട്രോളിന് വില കൂടുമ്പോൾ ചോദിക്കുമല്ലോ, അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞത്രയും ഇന്ത്യയിൽ കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എന്തൊരു തള്ളായിരുന്നു, എന്തൊരു വിമർശനമായിരുന്നു. ഇങ്ങനെയൊക്കെ സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ടാണ് ഒന്നാന്തരം ഹൈവേകൾ ഉണ്ടാക്കിയത്, വിമാനം ഇറങ്ങാൻ പറ്റുന്ന ഹൈവേകൾ ഉണ്ടാക്കി. അതെ, നിങ്ങൾ പറയുന്ന പോലെ നാട്ടിൽ ശൗചാലയം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നേ. കേരളത്തിലെ ആൾക്ക് മനസ്സിലാകത്തില്ല. ഉത്തരേന്ത്യൻ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിയാൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ ഏറ്റവും സഹായിച്ച കാര്യമാണ് ശൗചാലയങ്ങൾ. ഇവിടെ ശൗചാലയം നിർമ്മിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കുക. കാരണം കേരളത്തിൽ എല്ലാ വീട്ടിലും ഈ സാധനമുണ്ട്. വടക്കേണ്ടിയില്ല. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, ട്രെയിനിൽ പോകുമ്പോൾ കാണായിരുന്നു പുലർകാലെ സ്ത്രീകൾ വന്നിട്ട് കയ്യിലൊരു മൊന്തയിൽ വെള്ളവുമായി വന്ന് റെയിൽവേ ട്രാക്കിൻ്റെ അരികിലിരിക്കുന്ന പൊന്തക്കാടിൻ്റെ മറയിലിരിക്കുന്ന സ്ത്രീകൾ. രാവിലെയും നേരം വെളുക്കുന്നതിന് മുമ്പും നേരം ഇരുട്ടിയതിന് ശേഷവും മാത്രം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പുറത്തിറങ്ങാൻ അവസരമുണ്ടായിരുന്ന പാവപ്പെട്ട സ്ത്രീകൾ അല്ലേ. അവർക്ക് വേറെ മാർഗ്ഗമില്ല. അങ്ങനെ പോകുന്നവർ കൊല ചെയ്യപ്പെടും, റേപ്പ് ചെയ്യപ്പെടും, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തം വീട്ടിൽ ശൗചാലയം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെയാണ് കേരളത്തിലുള്ള ആളുകൾ പരിഹസിച്ചത്. അപ്പോൾ നമ്മൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മളുണ്ടാക്കിയിരിക്കുന്ന നേട്ടം, ഇതൊക്കെ നെഹ്റു തുടങ്ങി വെച്ചതല്ലേ, മോദി തുടർന്നതേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ശരിയാണ്, നെഹ്റു തുറന്നു വെച്ചായിരിക്കാം. തുറന്നു വെച്ചിട്ട് 70 വർഷം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിപ്ലവകരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വിപ്ലവകരമായ മാറ്റം. ആ മാറ്റത്തിൻ്റെ ഫലമാണിതൊക്കെ. അതിനുവേണ്ടി നമ്മളിപ്പം ഒരിടത്തും ഞാൻ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു കേട്ടോ. നമ്മുടെ ദേശീയ ചാനലുകളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം കൊണ്ടെടുത്ത ദിശാബോധത്തോടെയുള്ള ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നദീജല കരാർ റദ്ദാക്കാനൊന്നും പറ്റുമല്ല. ആ വെള്ളം എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് ചോദിച്ചവരുണ്ട്. നമ്മൾ ഡാം അടച്ച് കാണിച്ചില്ലേ, വെള്ളം എങ്ങോട്ട് കൊണ്ടുപോയി? കഴിഞ്ഞ 11 വർഷം മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ കാലം മുതൽ നരേന്ദ്രമോദി പറയുന്നുണ്ട്, ഈ പറയുന്ന സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു ഗുണവുമില്ലാത്ത, ഇന്ത്യയിലെ വെള്ളം മുഴുവൻ കൊടുത്ത് പാകിസ്ഥാനെ സമ്പൽ സമൃദ്ധിയിൽ ആറാടിക്കാനുള്ള പദ്ധതിയാണ്. അത് പുനഃപരിശോധിക്കണമെന്ന് അന്നേ മോദി പറയുന്നുണ്ടായിരുന്നു. അന്നേ പറഞ്ഞ മോദി അന്നേ അതിനുള്ള പണി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നമ്മൾ കനാലുകൾ ഉണ്ടാക്കിയിരുന്നു, ചെക്ക് ഡാമുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് മോദിയുടെ ഒരു വിഷനാണ്. അതുകൊണ്ടാണ് ഷട്ടർ ഇട്ടപ്പോൾ പാകിസ്ഥാൻ വരണ്ടു. ആ വെള്ളം നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ഷട്ടർ ഇട്ടു എന്നുള്ള വാർത്ത പത്രങ്ങളിലൊക്കെ വന്നു അല്ലേ. എന്നിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുക എവിടെ പോയി? ഝലം നദിയിലെ വെള്ളം എവിടെ പോയി? രവി നദിയിലെ വെള്ളം എവിടെ പോയി? ഡാം അടച്ചിട്ട് ഇന്ത്യയിലെ നഗരങ്ങളിൽ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇതിന് ചാല് കീറി ഒഴുകാനുള്ള ബദൽ മാർഗങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ ഒന്ന് പണി കൊടുക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഈ കഴിഞ്ഞ 60-ലേറെ വർഷമായി ഇന്ത്യയോട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടത്തരത്തിന്, മതത്തിൻ്റെ പേരിലുള്ള ശത്രുത വിതച്ച് ഇന്ത്യക്കാരനെ കൊല്ലുന്ന ഈ നരമേധത്തിന് അവസാനം വരുത്താൻ മോദി 2014 തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഓരോ സ്റ്റെപ്പും ഈ മനുഷ്യൻ കണക്ക് കൂട്ടി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ നമ്മൾ ഹിൻഡൻബർഗ് എന്നൊക്കെ പറഞ്ഞ് ചാടിയ ആളുണ്ടല്ലോ, ഒരു ഹിൻഡൻബർഗും അല്ല. നരേന്ദ്രമോദി എടുത്ത അദാനിയെ കുറ്റം പറയും. അദാനിയെ തകർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഹിൻഡൻബർഗ് വന്നത്. അദാനി ഉണ്ടാക്കിയ സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്ത് പാകിസ്ഥാൻ്റെ നെഞ്ചത്തും അണ്ണാക്കിലും ഇട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാറ്റമല്ലേ? ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊന്നും നരേന്ദ്രമോദി ഇന്ത്യ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ അത് മോദിയുടെ ഒന്നും അല്ലല്ലോ. ശരിയാണ്, മോദിയുടെ അല്ല ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ, എൻ്റെയും പ്രിയൻ്റെയും ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യൻ്റെയാണ്. പക്ഷേ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഇന്ത്യൻ ആർമി. പാർലമെൻറ്റ് ആക്രമിച്ചില്ലേ? എന്ത് ചെയ്തു നമ്മൾ? ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സ്ഥലമാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ശ്രീകോവിലോ അതിനപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ട്? അവിടെ ആക്രമണം നടത്തിയിട്ട് ഒരു മിസൈൽ പാകിസ്ഥാനിലേക്ക് പോയില്ല. മുംബൈ ഭീകരാക്രമണം, അങ്ങനെ എത്ര അവസാനം മോദി വരേണ്ടി വന്നു ഉറിയിലും പുൽവാമയ്ക്കും മറുപടി കൊടുക്കാൻ. ഉറിയിലും പുൽവാമയ്ക്കും ഉണ്ടായ മറുപടി പോലെ ഒരു പരിമിതമായ ഒരു ആക്രമണമേ ഇത്തവണ ഉണ്ടാവുകയുള്ളൂ എന്ന് പാകിസ്ഥാൻ കരുതിയിടത്താണ് പാകിസ്ഥാനെ തെറ്റിക്കുക. ഏതായാലും ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത് നരേന്ദ്രമോദി എന്നുള്ള മനുഷ്യന് മാത്രം. അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസ് വേണ്ട, സമ്പാദ്യം വേണ്ട, മക്കളില്ല, ആരുമില്ല, ഒറ്റയ്ക്കാണ്. പക്ഷേ അദ്ദേഹം ഈ 148 കോടി ജനങ്ങളുടെയും
രക്ഷാകർത്താവിനെ പോലെ നിന്ന് കഴിഞ്ഞ 10 വർഷം ഈ നാട്ടിലെ ആളുകൾ പറഞ്ഞ തെറി മുഴുവൻ കെട്ടു. പ്രതിപക്ഷം പറഞ്ഞ് എന്താ പറഞ്ഞത്? ലോകം മുഴുവൻ കറങ്ങിടക്ക്, ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായപ്പോൾ ലോകം ചുറ്റിയിടിക്കാനുള്ള പൂതി കൊണ്ട് കറങ്ങുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കൂ, ലോകത്തിലെ ഒരൊറ്റ രാജ്യമില്ല പാകിസ്ഥാനെ അനുകൂലിക്കാൻ. ചൈന പോലും എന്താ പറഞ്ഞത്? രണ്ടുപേരും വി റിഗ്രറ്റ്, ഞങ്ങൾ ഖേദിക്കുന്നു എന്നാ പറഞ്ഞത്. അല്ല, എന്തുകൊണ്ടാണ്? മോദി എന്നുള്ള 2 അക്ഷരത്തിൻ്റെ ബലമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോയി എല്ലാ രാജ്യത്തെ തലവന്മാരുമായി നല്ല ബന്ധമുണ്ടാക്കി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും ഇന്നുവരെ പോയിട്ടില്ലാത്ത ഭൂമികകളിൽ വരെ ഈ മനുഷ്യൻ ചെന്നിറങ്ങി അവിടെ സൗഹൃദമുണ്ടാക്കി. 20-ലേറെ രാജ്യങ്ങളുടെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതി കൊടുത്ത രാജ്യങ്ങൾ ആദരിച്ച ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായതുകൊണ്ടാണ് പാകിസ്ഥാനെ എടുത്ത് കാലേ വാരി നിലത്തടിക്കാൻ നമുക്ക് പറ്റുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ ക്രെഡിറ്റ് ബിലോങ്സ് ടു നരേന്ദ്രമോദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.